വർഷം 1978. ഐ.വി. ശശി ഒരു പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ്. നായികയെ അന്വേഷിക്കുകയാണ്. അധികം പരിചയമില്ലാത്തൊരു മുഖം വേണം. അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു പെൺകുട്ടി. അങ്ങനെ പലരെയും നോക്കുന്നതിനിടയിലാണ് ജൂനിയർ ആർട്ടിസ്റ്റായും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായും നിൽക്കുന്ന ശാന്ത എന്ന പെൺകുട്ടിയിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോകുന്നത്. അന്ന് ആരും അവരെ ഒരു നായികയായി കണ്ടിരുന്നില്ല. സിനിമയിൽ വരും, കൂട്ടത്തിനിടയിൽ നിൽക്കും, ഒരു ചെറിയ വേഷം ചെയ്യും, അത്രയൊക്കെയുള്ളൂ. പക്ഷേ ഐ.വി. ശശിക്ക് അവരിൽ എന്തോ ഒരു പ്രത്യേകത തോന്നി. അങ്ങനെ വലിയൊരു പരീക്ഷണമെന്നോണം തോന്നാവുന്ന ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. ശാന്തയെ നായികയാക്കുന്നു. സിനിമയുടെ പേര് അവളുടെ രാവുകൾ. കഥാപാത്രത്തിന്റെ പേര് രാജി. അങ്ങനെ ഇതുവരെ മറ്റുള്ളവരുടെ പിന്നിൽ നിന്നിരുന്ന ആ പെൺകുട്ടി ആദ്യമായി സിനിമയുടെ മുന്നിലേക്ക് വരുന്നു. പക്ഷേ ആ വരവ് വെറുതെ ആയിരുന്നില്ല. അവളുടെ രാവുകൾ പുറത്തിറങ്ങിയതോടെ മലയാള സിനിമ ശ്രദ്ധിച്ച ഒരു പുതിയ മുഖമുണ്ടായിരുന്നു. ശാന്ത എന്ന പേര് പതിയെ മാറി. അത് സീമയായി. ഒരു സിനിമ, ഒരു കഥാപാത്രം, ഒരു പുതിയ പേര്. കാരണം ആ സിനിമയ്ക്ക് ശേഷം മലയാള സിനിമയിലെ നായികമാരെ കാണുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം വന്നു. സീമയുടെ മുഖത്തൊരു പ്രത്യേക ധൈര്യമുണ്ടായിരുന്നു. അവരുടെ അഭിനയത്തിൽ ഒരു സ്വാഭാവികതയുണ്ടായിരുന്നു. തിരശീലയിൽ അവർ നിൽക്കുമ്പോൾ അവരെ മാത്രം നോക്കിപ്പോകുന്ന എന്തോ ഒന്ന്. ഒരു കാലത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിരുന്ന പെൺകുട്ടി പിന്നീട് മലയാള സിനിമയിൽ മുൻനിര നായികമാരിൽ ഒരാളായി മാറി. തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊരു സിനിമാ കഥയുടെ ഭംഗിയുണ്ട്. ഒരു സംവിധായകൻ ഒരു പുതിയ നായികയെ തേടി നടന്നു. അവസാനം കണ്ടെത്തിയത് മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നായികയെ. ഇതാണ് ശാന്ത എന്ന ഡാൻസറിൽ നിന്ന് സീമ എന്ന നായികയിലേക്കുള്ള കഥ. 1970കളുടെ തുടക്കം. ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഹൃദയഭൂമിയായിരുന്ന മദ്രാസ്. അവിടെയുള്ള വാഹിനി, വിജയ സ്റ്റുഡിയോകളുടെ വാതിലുകൾ കടക്കാൻ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയിരുന്നത്. ചിലർ താരങ്ങളാകാൻ വന്നവരാണ്, മറ്റു ചിലർ കേവലം ഒരു ദിവസത്തെ അന്നത്തിനു വേണ്ടി പണിയെടുക്കാൻ വന്നവർ. ആ വലിയ സ്റ്റുഡിയോ ഫ്ലോറുകളിലെ ലൈറ്റുകൾക്കും നായികന്മാർക്ക് പിന്നിൽ ക്യാമറയുടെ കൃത്യമായ ഫോക്കസിൽ പെടാതെ നൃത്തം ചെയ്തിരുന്ന ഒരു സംഘം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ശാന്തി. 18-ാം വയസ്സിൽ കുടുംബം പോറ്റാൻ വേണ്ടി മാത്രം സ്റ്റുഡിയോ ഫ്ലോറിലെത്തിയ പെൺകുട്ടി. സിനിമയിൽ വലിയൊരു നായികയാകണമെന്നോ ചരിത്രത്തിന്റെ ഭാഗമാകണമെന്നോ ഉള്ള സ്വപ്നങ്ങളൊന്നും അന്ന് അവർക്കുണ്ടായിരുന്നില്ല. കിട്ടുന്ന അവസരങ്ങളിൽ ഡാൻസ് ചെയ്യുക, ദിവസവേതനം വാങ്ങുക. എന്നാൽ ക്യാമറയുടെ കണ്ണ് ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായ ചില മുഖങ്ങളിൽ തങ്ങി നിൽക്കും. ശാന്തിയുടെ കാര്യത്തിലും സംഭവിച്ചത് അതായിരുന്നു. തമിഴ് നടനും സംവിധായകനുമായ വിജയൻ തൻ്റെ നിഴലേ നീ സാക്ഷി എന്ന ചിത്രത്തിലേക്ക് ഒരു പുതുമുഖത്തെ തിരയുന്ന സമയം സ്റ്റുഡിയോ ഫ്ലോറിൽ നൃത്തം ചെയ്യുകയായിരുന്ന ശാന്തിയുടെ ഭാവങ്ങൾ വിജയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ പെൺകുട്ടിയെ നായികയായി തിരഞ്ഞെടുത്തു. സിനിമയിൽ അഭിനയിക്കാൻ ശാന്തി തയ്യാറായപ്പോൾ വിജയൻ അവർക്കൊരു പേരിട്ടു, സീമ. പക്ഷേ ആ സിനിമ നിർഭാഗ്യവശാൽ പൂർത്തിയായില്ല. പിന്നീട് മറ്റൊരു നടിയെ വെച്ച് ചിത്രം റീഷൂട്ട് ചെയ്യപ്പെട്ടു. ആ ചിത്രം ശാന്തിക്ക് നായിക എന്ന മേൽവിലാസം നൽകിയില്ലെങ്കിലും ഒരു കാര്യം ബാക്കി വെച്ചു. സീമ എന്ന പേര് പിന്നീട് 4 പതിറ്റാണ്ടോളം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആഴത്തിൽ പതിയാൻ പോകുന്ന പേരാണെന്ന്. സിനിമ മുടങ്ങിയതോടെ സീമ വീണ്ടും ഡാൻസ് ട്രൂപ്പുകളിലേക്ക് തന്നെ മടങ്ങി. കാരണം അഭിനയമോഹങ്ങളെക്കാൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നത് ജീവിതത്തിന്റെ പ്രായോഗിക ആവശ്യങ്ങളായിരുന്നു. ചെന്നൈയിലെ വിജയ ഗാർഡൻസ്. ഒരു സിനിമയുടെ ഡാൻസിംഗ് സീക്വൻസ് ഷൂട്ടിങ്ങിനായി സീമയും സുഹൃത്തായ നർത്തകി മനീഷയും കാത്തിരിക്കുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഷൂട്ടിംഗ് തുടങ്ങുന്നില്ല. അവർ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് തുറന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ സംവിധായകൻ ഐ.വി. ശശിയാണ്. അസിസ്റ്റന്റ്മാരെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും വിളിക്കുന്ന അതേ രീതിയിൽ അദ്ദേഹം സീമയെ അടുത്തേക്ക് വിളിച്ചു. എന്നാൽ അവിടെയാണ് സീമ എന്ന പെൺകുട്ടിയുടെ വ്യക്തിത്വം ആദ്യമായി സെറ്റിൽ വെളിപ്പെടുത്തുന്നത്. അവർ നേരെ ചെന്ന് പറഞ്ഞു, ശാന്തി എന്നാണ് എൻ്റെ പേര്. ഞാൻ നായയൊന്നുമല്ല, വിരലിനൊടിച്ച് വിളിക്കാൻ. അന്നത്തെ ആ തുടക്കക്കാരിയായ നർത്തകിയിൽ നിന്ന് ഒരു സംവിധായകനും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു അത്. അത് കേട്ടപ്പോൾ ഐ.വി. ശശിക്ക് മനസ്സിലായി, ഈ പെൺകുട്ടിയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന്. പിന്നീട് തൻ്റെ ഈ മനോഹര തീരം എന്ന സിനിമയിൽ ഒരു ഡാൻസ് സീക്വൻസ് ശശി സീമയെ ക്ഷണിച്ചു. നായികയായി അഭിനയിച്ചു തുടങ്ങിയ ഞാൻ ഇനി ഗ്രൂപ്പ് ഡാൻസ് ചെയ്യില്ലെന്ന് സീമ നിലപാടെടുത്തു. എന്നാൽ ഡാൻസ് മാസ്റ്റർ വൈക്കം മുരളി വഴി ശശി നിർബന്ധിച്ചപ്പോൾ വലിയൊരു തുക പ്രതിഫലമായി ആവശ്യപ്പെടുകയും അത് മുൻകൂറായി വാങ്ങി മാത്രം ഡാൻസ് ചെയ്യുകയും ചെയ്തു. കൃത്യമായ പ്രൊഫഷണലിസവും ആത്മാഭിമാനവും ഒരുപോലെ സൂക്ഷിച്ച ഒരു പെൺകുട്ടിയെയാണ് ശശി അവിടെ കണ്ടത്. മലയാള സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെയും പ്രമേയ പരിസരങ്ങളെയും പാടെ മാറ്റിമറിച്ച ഒരു വർഷം 1978. ഐ.വി. ശശി ആലപ്പുഴയുടെയും മദ്രാസിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു.
അവളുടെ രാവുകൾ. നായിക രാജി ഒരു ലൈംഗിക തൊഴിലാളിയാണ്. അന്നത്തെ മുൻനിര നായികമാരാരും ഈ വേഷം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. അവിടെയാണ് 21 വയസ്സുള്ള സീമയെ ശശി നായികയായി കാസ്റ്റ് ചെയ്തത്. വെറുമൊരു എക്സ്പ്ലോയിറ്റേഷൻ സിനിമയായി ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരു പ്രമേയമായിരുന്നു അത്. എന്നാൽ ചിത്രത്തിൽ കണ്ടത് ശരീരത്തിനപ്പുറം സ്നേഹവും സുരക്ഷിതത്വവും കുടുംബവും കൊതിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ ആന്തരിക സംഘർഷങ്ങളായിരുന്നു. റിലീസിന് ശേഷം ചിത്രം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തിരികൊളുത്തി. എന്നാൽ വിമർശനങ്ങൾക്കിടയിലും സീമയുടെ അഭിനയം നിരൂപക പ്രശംസ നേടി. വെറും 1000 രൂപയായിരുന്നു ആദ്യമായി ലീഡ് റോൾ ചെയ്ത ആ ചിത്രത്തിന് സീമയ്ക്ക് ലഭിച്ച പ്രതിഫലം. ആ സിനിമയോടെ മലയാളത്തിലെ മുൻനിര നായികമാരുടെ നിരയിലേക്ക് സീമയും ഉയർത്തപ്പെട്ടു. 1980-കൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ്. ജയന്റെ ആക്ഷൻ തരംഗം, സുകുമാരന്റെയും സോമന്റെയും തീപ്പൊരി ഡയലോഗുകൾ, മമ്മൂട്ടിയും മോഹൻലാലിന്റെയും വളർച്ച. ഈ വലിയ നായകനിര നിൽക്കുമ്പോഴും അവരുടെ നിഴലിൽ ഒതുങ്ങിപ്പോകാതെ നായികാവേഷങ്ങൾ സീമയ്ക്ക് ലഭിച്ചു. ടി ദാമോദരന്റെ പൊളിറ്റിക്കൽ സിനിമകളിലും IV ശശിയുടെ കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിലും സീമയ്ക്ക് സ്വന്തമായ ശബ്ദമുണ്ടായിരുന്നു. നായകന്റെ പിന്നിൽ വെറുതെ നിൽക്കുന്ന നായിക എന്ന പതിവ് രീതിയിൽ അവർ മാറ്റിയെഴുതി. ചോദ്യം ചെയ്യുന്ന, പ്രതിഷേധിക്കുന്ന, പ്രതികരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അവർക്കൊപ്പം സ്വാഭാവികമായി ചേർന്ന് നിന്നു. ആൾക്കൂട്ടത്തിൽ തനിയെ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, അക്ഷരങ്ങൾ, രുക്മ, വാർത്ത, അഹിംസ, അതിരാത്രം, അടിമകൾ ഉടമകൾ, ആരൂഢം, അർച്ചന ടീച്ചർ, അങ്ങനെ പട്ടിക നീളുകയാണ്. പക്ഷെ സിനിമകളുടെ എണ്ണം മാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്, കഥാപാത്രങ്ങളുടെ വൈവിധ്യമാണ്. സുകുമാരനൊപ്പം നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച സീമ അന്നത്തെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളായി മാറി. ജയനും സീമയും ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ അന്ന് പ്രേക്ഷകർക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു ആ താരജോഡിയോട്. മമ്മൂട്ടിയോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നായിക ആരാണെന്ന്. അതിന് മമ്മൂട്ടിയുടെ ഉത്തരം സീമ എന്നായിരുന്നു. കാരണം 80കളിൽ അവർ ഒരുമിച്ച് ചെയ്ത 40ഓളം ചിത്രങ്ങൾ. സീമയുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം എഴുതപ്പെട്ടത് MT വാസുദേവൻ നായരുടെ തൂലികയിലൂടെയാണ്. IV ശശി, MT കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളിലെ സീമയുടെ സാന്നിധ്യം അവരുടെ കരിയറിന്റെ വഴിത്തിരിവായി. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിലെ അമ്മണിക്കുട്ടി, അനുബന്ധത്തിലെ സുനന്ദ, അക്ഷരങ്ങളിലെ ഗീത, MTയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്നവരല്ല, അവരുടെ നിശബ്ദതകൾക്കും നോട്ടങ്ങൾക്കുമായിരുന്നു ശക്തി. ആ സൂക്ഷ്മാഭിനയം സീമയിൽ ഭദ്രമായിരുന്നു. മമ്മൂട്ടിയുടെ ശക്തമായ കഥാപാത്രങ്ങൾക്ക് മുന്നിൽ ഒട്ടും പിന്നോട്ട് പോകാതെ പക്വതയുള്ള അഭിനയത്തിലൂടെ അവർ ആ കഥാപാത്രങ്ങളെ അനശ്വരമാക്കി. 1980 ഓഗസ്റ്റ് 28-ന് IV ശശിയും സീമയും വിവാഹിതരായി. സിനിമയിൽ തുടങ്ങിയ സൗഹൃദം ജീവിത പങ്കാളിത്തമായി മാറി. വിവാഹശേഷവും 2 കുട്ടികളുടെ അമ്മയായ ശേഷവും അവർ സിനിമയിൽ സജീവമായി തുടർന്നു. വിവാഹം കഴിഞ്ഞാൽ നായികമാർ സിനിമ ഉപേക്ഷിക്കണമെന്ന ആ നിയമത്തെ അവർ തിരുത്തി. 1989ഓടെ സീമ മലയാള സിനിമയിൽ നിന്ന് ഏകദേശം 10 വർഷത്തെ ഇടവേള എടുത്തു. കുടുംബജീവിതത്തിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ 1989 ലോഹിതദാസ് ജോഷി കൂട്ടുകെട്ടിലിറങ്ങിയ മഹായാനം എന്ന ചിത്രത്തിലെ രാജമ്മ എന്ന ചായക്കടക്കാരിയുടെ വേഷം ഒരു അഭിനേത്രി എന്ന നിലയിൽ അവരുടെ ആഴം ഒരിക്കൽ കൂടി തെളിയിച്ചു. പിന്നീട് 1999 ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലൂടെ അവർ ക്യാരക്ടർ റോളുകളിലേക്ക് തിരിച്ചെത്തി. ദീദി ദാമോദരൻ എഴുതിയ വിശുദ്ധ ശാന്തി എന്ന ജീവചരിത്രത്തിൽ പറയുന്ന പോലെ സീമയുടേത് വെറും ഒരു നടിയുടെ കഥയല്ല, സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് സ്വന്തം വ്യക്തിത്വവും അധ്വാനവും കൊണ്ട് മുന്നിലേക്ക് നടന്നുകയറിയ ഒരു സ്ത്രീയുടെ ജീവിതരേഖയാണ്. പ്രായമായ നടികൾക്ക് ശക്തമായ കഥാപാത്രങ്ങൾ എഴുതപ്പെടാത്ത സിനിമാ വ്യവസ്ഥയെക്കുറിച്ച് അവർ പിന്നീട് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഡാൻസറായി തുടങ്ങി മുൻനിര നായികയായി മലയാള സിനിമയിൽ തൻ്റെതായ ആധിപത്യം സ്ഥാപിച്ച സീമ വെറും ഒരു ഗ്ലാമർ താരമായിരുന്നില്ല, മറിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സ്വാഭാവികതയും വ്യക്തിത്വവും നൽകി മലയാള സിനിമയുടെ ചരിത്രപരമായ ഒരു അധ്യായമായിരുന്നു. ഇനി നല്ലൊരു കഥാപാത്രം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിനൊരിക്കൽ സീമ നൽകിയ മറുപടി വളരെ ലളിതമായിരുന്നു. തീർച്ചയായും ചെയ്യും, പക്ഷേ അത്തരം വേഷങ്ങൾ ഇവിടെ എഴുതപ്പെടുന്നില്ലല്ലോ. തമിഴിലും തെലുങ്കിലുമൊക്കെ സൗക്കർ ജാനകിയെ പോലുള്ള മുതിർന്ന നടിമാർക്ക് 40ഉം 50ഉം വയസ്സ് കഴിഞ്ഞിട്ടും കരുത്തുറ്റ കേന്ദ്ര കഥാപാത്രങ്ങൾ ലഭിക്കുമ്പോൾ മലയാളത്തിൽ പലപ്പോഴും അമ്മവേഷങ്ങളുടെ പതിവ് ചട്ടക്കൂട്ടിലേക്ക് അവർ ഒതുക്കപ്പെടുന്നു. എന്നാൽ ആ സിനിമ യാഥാർത്ഥ്യത്തെ പോലും വളരെ പരാതികളില്ലാതെ യാഥാർത്ഥ്യബോധത്തോടെ തുറന്നു പറയാൻ സീമ മടിച്ചില്ല. സിനിമയെയും ജീവിതത്തെയും അധികം അലങ്കാരങ്ങളില്ലാതെ ആരുടെ മുഖത്തു നോക്കിയും സത്യങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരാളുടെ പക്വതയായിരുന്നു ആ വാക്കുകളിൽ. മലയാള സിനിമയിൽ നായികമാർ പലരും വന്നുപോയിട്ടുണ്ട്. എന്നാൽ പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസായത്തിൽ നായകന്മാരുടെ അതേ സ്ക്രീൻ പ്രസൻസോടെ
സ്വന്തം വ്യക്തിത്വം അടിയറവ് വെക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നവർ വളരെ കുറവാണ്. കോടമ്പാക്കത്തെ ഷൂട്ടിംഗ് ഫ്ലോറിൽ വിരലിനൊടിച്ച് വിളിച്ച സംവിധായകനോട് തൻ്റെ പേര് ശാന്തി എന്നാണെന്ന് ഉറക്കെ പറഞ്ഞ ആ പെൺകുട്ടി പിന്നീട് സീമ എന്ന പേരിൽ മലയാള സിനിമയുടെ കാലഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തി. കഥാപാത്രങ്ങളുടെ എണ്ണമല്ല, മറിച്ച് അവയ്ക്ക് നൽകിയ ജീവസുറ്റ സ്വാഭാവികതയാണ് സീമയെ അടയാളപ്പെടുത്തുന്നത്. മാറ്റങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാള സിനിമയുടെ തിരശീലയിൽ ആ പേര് എപ്പോഴും മുൻനിരയിൽ തന്നെ ഉണ്ടാകും.